ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വരവ്. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണ് ചേർലാലുള്ള അബ്ദുറഹ്മാൻ അഫ്സത്ത് ദമ്പതികളുടെ ഒരു മനോഹരമായ വീടനാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കണേ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ലൈക്ക് കൊണ്ട് നമ്മുടെ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആൾക്കാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കൂട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇരുനില വീടാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ആ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും ഷോ ലൈറ്റ്സും ഒക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണേ. വീടിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ മെയിൻ എൻട്രൻസും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ എൻട്രൻസ് കൂടാതെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സെക്കൻഡ് ഗേറ്റ് കൂടെ വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ വീടിന്റെ ആ ഒരു കറക്റ്റ് ലുക്ക് നമുക്ക് കാണാം കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ നോക്കിയാൽ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തൊക്കെയാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ 2-3 പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഗേറ്റിന്റെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ ലുക്ക് വന്നിട്ട് സൂപ്പർ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി സ്വിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റിങ്സ്. ഏകദേശം 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ മുകൾ വശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കർവ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. 360-388 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ കാർപോച്ച് വരുന്നത്. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് കുറച്ചൊന്ന് ട്രെൻഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഉള്ളിലൊക്കെ വളരെ ന്യൂ ലുക്കിലാണ് കേട്ടോ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് ആണ് കേട്ടോ ബേസിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ 2 പാർട്ടായിട്ടാണ് കേട്ടോ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 740-200 സൈസിൽ അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അവിടെ ഈ ഇടത് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 2 സിമ്പിൾ വുഡിന്റെ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോസും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വോളിലെ മൊത്തത്തിലായിട്ട് മൾട്ടി വുഡിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനായിട്ട് ഇതുപോലെ എൽ ഷേപ്പിൽ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പില്ലറിലായിട്ടും മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സിറ്റിംഗ് ഏരിയയുടെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തത്. നോക്കിയ നമ്മുടെ സിറ്റ് ഔട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2 പാർട്ടായിട്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗം മുതൽ ആ ഭാഗം വരെ ആ ഒരു ഷോ വാളിലായിട്ട് നോക്കിയാൽ മൊത്തത്തിൽ അങ്ങനെ മൾട്ടി വുഡിൽ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഡോറിന്റെയും വിൻഡോന്റെ ഒക്കെ അതേ മോഡലിലാണ് ഡിസൈൻ വരുന്നത്. ഇനി ഈ ഒരു വശത്തെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോഴേ നമ്മുടെ സീറ്റിന്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് തന്നെ ഒരു പില്ലർ വരുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഇത് അവിടുത്തതിലും അത്യാവശ്യം വലിയ നീളത്തിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു വുഡിന്റെ 3 സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലൊരു ഡിസൈനിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഒന്ന് സ്ലോപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ട് കുഞ്ഞു LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിലൊക്കെ വരുന്ന കട്നി മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് അകത്തേക്ക് കയറില്ലേ, അതിനായിട്ട് മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. കൂടാതെ
സൈഡിലായിട്ട് ഇതുപോലെ അറബിക് കാലിഗ്രാഫി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയിലൊരു വോളായിട്ടും കാണാം. അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ പോയി നോക്കല്ലേ. ലെറ്റ്സ് ഗോ. ഡോർ തുറന്ന് വരുമ്പോഴേ നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. 356-378 സൈസിലാണ് ഈ ലിവിംഗ് ഏരിയ വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ഗ്രേ കളർ തീമില് നല്ലൊരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിലൊരു ഡിസൈനൊക്കെ വരുന്ന ഒരു ടീ ടേബിളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സോഫയുടെ കോർണറിലായിട്ട് ഇതേ നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്തെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഗ്ലാസിന്റെ മുന്നായിട്ട് ഒരു റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ അതിനുള്ളിൽ കുഞ്ഞ് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തെ ബാക്ക് വോൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഗ്രേ കളർ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നല്ല ഭംഗിയിലുള്ള ഒരു അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ കൂടാതെ ഒരു വോൾ ലൈറ്റൂടെ ആ വോളിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തൊരു വിൻഡോ കാണുന്നില്ലേ, അത് വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലെ ഒരു വിൻഡോ ആണ് കേട്ടോ. അതിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലെ ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ വലിയൊരു ലൈറ്റും സീലിംഗിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതേ ഫാമിലി ലിവിംഗിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വോള് വരുന്നുണ്ട് കേട്ടോ. അത് പാർട്ടീഷൻ വോള് എന്ന് പറയുമ്പോൾ വോളിലായിട്ട് ഒരു നിഷ് ഡിസൈൻ പോലെയൊക്കെ വുഡിൽ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതാ എൻട്രൻസിലായിട്ട് വലിയൊരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ ഫോർമൽ ലിവിംഗിൽ ഇവിടെ ആയിട്ട് ഒരു ഫാമിലി ലിവിംഗ് വരുന്നുണ്ട്. അങ്ങോട്ട് 404-456 സൈസിലാണ് കേട്ടോ ഈ ഫാമിലി ലിവിംഗ് നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ലിവിംഗിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് തന്നെ ഒരു വോള് വരുന്നുണ്ട്. അതിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ക്ലോക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഹോള് കാണുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പ്രത്യേകിച്ച് ഈ യെല്ലോ കളർ സോഫ എന്ത് ഭംഗിയിലാണെന്നറിയോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് സോഫ സീറ്റർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെൽവെറ്റ് ഫിനിഷിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ തന്നെ ആണ് കേട്ടോ. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് ഗ്ലാസിന് പകരം റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫ്രെയിം ഒക്കെ വന്നിട്ട് വുഡിലാണ് വരുന്നത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴ്ഭാഗം വന്നിട്ട് ഇതുപോലെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വുഡൻ തീമിലാണ് ഡോർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗിന്റെ മുകൾ വശം വന്ന് നോക്കിയാൽ ഇതുപോലെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ സീലിംഗ് ഒക്കെ വരുന്നത്. അവിടെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് മുകളിൽ എത്തിയിട്ട് കാണാവേ. നമ്മുടെ വീട്ടിലെ ടോട്ടല് 5 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് 2 ബെഡ്റൂമും മുകളിലായിട്ട് 3 ബെഡ്റൂമും. അപ്പൊ ഇവിടെ നമ്മുടെ ഹോളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം 2 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നോക്കിയത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ 360-378 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ ഈ റൂമിന്റെ ഡിസൈൻ ഒക്കെ കാണാൻ വേണ്ടിട്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗമൊക്കെ വന്നിട്ട് ഇതുപോലെ കുഷ്യൻ ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ കോട്ടിന്റെ ആ ഒരു ബാക്ക് വോളായിട്ട് നോക്കിയാൽ ഇതാ 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. വിൻഡോസിനൊക്കെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഇവിടുത്തെ ഷോവാളായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുള്ളത്. ആ വോളായിട്ട് തന്നെ നോക്കിയാൽ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. അതിലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന്റെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാട്ടോ. ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ടാണ് സൈഡ് മിറർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായാലും നമ്മൾ സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കാണാനാണെങ്കിലും നല്ല രസമുണ്ട്. ഇനിയിപ്പോ ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ.
ഏകദേശം 198, 132 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അത് പ്ലാനിൽ ഇതാണ് സൈസ്, പക്ഷെ അവർ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗത്തായിട്ടല്ലേ നമ്മുടെ 2 ബെഡ്റൂമും വരുന്നത്. അതിന് നടുക്കായിട്ടുള്ള ആ ഒരു നേരെ കാണുന്ന വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു അറബിക് കാലിഗ്രഫി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ആ ഒരു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സീലിംഗിലായിട്ട് ഇതുപോലെ ഒരു LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോയി നോക്കല്ലേ. ഈ റൂം വന്നിട്ട് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടാ. 312 300 സൈസിലാണ് കേട്ടാ ഈ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ആ ഒരു ഭാഗം മൊത്തത്തിൽ ആ വോളിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കൂടാതെ ആ ഒരു ഹെഡ് ബോർഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കുഷൻ ടൈപ്പിലാണ് കേട്ടോ ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹെഡ് ബോർഡിലായിട്ട് തന്നെയാണ് കേട്ടോ അവിടുത്തെ സ്വിച്ച് ബോർഡും വന്നിട്ടുള്ളത്. അതും വളരെ വൃത്തിയായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അവിടെയും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ വോളിലായിട്ട് തന്നെ AC-യും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം ഒക്കെ വരുന്നത് കേട്ടോ. നമ്മുടെ ഈ വാൾഡ്രോബും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ വരുന്ന ഒരു ഭാഗം വുഡൻ തീമിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാത്റൂം നോക്കിയാലോ. 182, 120 സൈസിലാണ് ഈ ബാത്റൂമും ഇവിടെ വരുന്നത്. അതിലും ചെറിയ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ റൂമിൽ ഇനി ഈ കാണുന്ന 2 വശത്തെ വോളില്ലേ അവിടെ മുകളിലായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ട് അതിന് താഴെ മൊത്തത്തിൽ ഇതുപോലെ ഗ്രീൻ കളറിലെ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബോർഡർ കൊടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ നോക്കിയാലോ. ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ഇനിയിപ്പോ നമ്മുടെ ഡൈനിങ് ഏരിയ കിച്ചണൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ പോയോ. 422, 330 സൈസിൽ നല്ല സൗകര്യത്തില് നല്ല ഭംഗിയിലും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ ഗ്ലാസ് ആണെങ്കിലും ചെയർ ആണെങ്കിലും ഒക്കെ വന്നിട്ടും ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ ഷോവാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നമ്മൾ ലിവിംഗിൽ കണ്ടില്ലേ ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടും വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സിനാണ് കേട്ടോ കർട്ടൻസ് ഒക്കെ വരുന്നത്. ഇനി ഇതാ ഈ ഒരു വശത്തായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രെയിമും കാര്യം കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ LED ലൈറ്റ്സ് കൂടെ വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ. കൂടാതെ നമ്മുടെ വാഷ് ബേസിൻ നോക്കുകയാണെങ്കിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. അവിടെ നല്ല ഭംഗിയിൽ ഒരു ഡിസൈനിലൊക്കെ വരുന്ന ഒരു വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഷെൽഫും വരുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ ഷോക്കേസ് വരുന്നുണ്ട്. ഇവിടെ 3 വശത്തെ വോളിലായിട്ടും ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന വോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. കൂടാതെ ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു ലുക്ക് നോക്കുമ്പോൾ വളരെ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ. നമ്മുടെ ഏതൊരാളുടെയും സ്വപ്നല്ലേ വളരെ സൗകര്യത്തോട് കൂടിയിട്ട് ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കിച്ചണ്. ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ചെയറും വരുന്നുണ്ട്. നമ്മുടെ ടേബിളിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് ഇതുപോലെ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ. ഇവിടെ സ്റ്റോർ റൂം വരാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. L ഷേപ്പിൽ ഇവിടെ ഒരു റാക്ക് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു റാക്കിലായിട്ട് തന്നെ 2 വശത്തും ഇതുപോലെ 2 ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ആ 2 ഷെൽഫിന്റെ നടുക്കായിട്ട് ഇതുപോലെ സ്പേസ് ഒഴിഞ്ഞെടുക്കാൻ കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇവിടെയും അതുപോലെ റാക്ക് തന്നെ വരുന്നുണ്ട്. അതിലൊക്കെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഇതുപോലെ മൊത്തത്തിൽ ലോവർ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതത് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് തുറന്നു നോക്കല്ലേ. പിന്നെ നമ്മൾ ഈ കിച്ചന്റെ സൈസ് പറഞ്ഞില്ലല്ലോ, 422 316 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ വോളിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മുടെ അപ്പർ ക്യാബിൻസിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സിംഗിൾ ക്യാബിൻസ് വരുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നോക്കിയേ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്ന ക്യാബിൻസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് വലിയൊരു വർക്കിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. വർക്കിംഗ് ഏരിയ മാത്രമല്ല ഒരു ഫാമിലി ഡൈനിങ് കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളിത് വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു എൽ ഷേപ്പിൽ റാക്ക് വരുന്നുണ്ട്. ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വശത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളമൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാനൈറ്റ് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഒരു ഗ്രേ കളറിലാണ് കേട്ടോ കബോർഡിന്റെ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്ത പോലെ തന്നെ മുകളിലും ഈ ഒരു വശത്തായിട്ട് 4 ഡോർ വരുന്ന ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ സിങ്കിന് മുകളിലായിട്ട് തന്നെ നമ്മുടെ പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് നോക്കിയേ ബാക്കിലായിട്ട് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു റെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്താണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷെൽഫും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ വരുന്നത്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വിറകൊക്കെ വെക്കാവുന്ന തരത്തിൽ സ്പേസ്. നമ്മുടെ ഈ കിച്ചണിൽ എനിക്ക് ഇഷ്ടമായ മറ്റൊരു കാര്യം എന്നാൽ നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ ചില വീട്ടിൽ പോകുമ്പോൾ അവിടെ കിച്ചണിലായിട്ട് റാക്ക് കൊടുത്തിട്ട് അതിന്റെ 3 തലക്കായിട്ട് സിങ്കും അടുപ്പും അതുപോലെ ഗ്യാസ് ഒക്കെ അടുപ്പിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് നമ്മുടെ സിങ്കും അടുപ്പൊക്കെ 2 വശങ്ങളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ മാറിയത് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും എങ്ങനെയാണെന്നറിയോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വോളിലൊക്കെ മൊത്തത്തിൽ കൊടുത്ത ആ ഒരു ടൈല് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ഫാമിലി ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നീളത്തിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2-3 സ്റ്റൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ അവിടെ മൊത്തത്തിൽ ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഹൈലൈറ്റ്. നമുക്ക് നമ്മുടെ ഹോളിൽ ആരൊക്കെ വന്നു എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഈ വോളിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പരഗോള ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നാൽ അവിടെ വന്ന ആൾക്കാരെയും കാര്യങ്ങളൊക്കെ അറിയാവേ. കൂടാതെ ഇവിടുത്തെ നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നതും അടിപൊളിയാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ബോറടിക്കാതെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇവിടുത്തെ വ്യൂവും അതുപോലെ തന്നെ ആ ഒരു പാടും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി തന്നെയാണ്. കൂടാതെ ഇവിടെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്കൊക്കെ നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളതും. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. നമ്മുടെ ഈ ഹാളിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് ആണ് കേട്ടോ. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ളത് ടെഫൻ ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടാണ്. നല്ല ഭംഗിയിലാണ് കേട്ടോ സ്റ്റെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന വോളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ 3 വോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റും മാർബിളും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റെയറിൽ ഇട്ടിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ലാൻഡിങ്ങിന്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നീളത്തിലൊരു പാസേജിങ് ഏരിയ ആണ് കേട്ടോ വരുന്നത്. 2 വശത്തായിട്ടും നല്ല ഭംഗിയിൽ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ ഏരിയയിലെ ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ സിമെന്റ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വിൻഡോയും വരുന്നുണ്ട്. 2 വശത്തായിട്ട് 2 വോൾ ലൈറ്റും വരുന്നുണ്ട്. അതൊന്നല്ല കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വലിയൊരു ഹാങ്ങിങ് ലൈറ്റിനാണ്. എന്ത് ഭംഗിയിലാണെന്നറിയോ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1400 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. ഇവിടെ ആണെങ്കിലും ഒരു ഹോള് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ചെറിയൊരു ഹോളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്.
200 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാര്യമായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലേ. ഈ റൂമിൽ ഫ്ലോറിലായിട്ട് മാർബോണേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നും കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതാ ഈ വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വോളിൽ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തായിട്ട് തന്നെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. 182 120 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ്. ഇതിലും ചെറിയ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹോള് വന്നിട്ട് 378 200 സൈസിലാണ് കേട്ടോ. കാര്യമായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം നോക്കല്ലേ. 300 330 സൈസിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തായിട്ട് നോക്കിയാലും ഇതുപോലെ കുഷൻ ടൈപ്പിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ആ കർട്ടൻസിന്റെ ഫാബ്രിക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാൾഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. 120 180 സൈസിലാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. 360 378 സൈസിൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോട്ടിന്റെ ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ആ ഒരു ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് നമ്മുടെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഷോ വാളിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം ഒക്കെ ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒത്തിരി സൗകര്യത്തിലാണ് വാൾഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 198 132 സൈസ് ആണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ട്. ഇവിടെ മൊത്തത്തിൽ ബാത്റൂമിന്റെ ഒക്കെ സൈസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഈ റൂമിലെ വേറൊരു ഹൈലൈറ്റ് എന്തെന്നാൽ ഈ റൂമിലായിട്ട് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ സിമ്പിൾ ആയിട്ടൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട്. ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് കടന്നപ്പോൾ അവിടെ പാടത്തിന്റെ ആ ഒരു വ്യൂ കണ്ടില്ലേ, ആ ഒരു സെയിം വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോ അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ ബാൽക്കണി നോക്കുകയാണേ. 356 200 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഈ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 3 വശത്തായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് എല്ലായിടത്തെയും പോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 വശത്തായിട്ട് പില്ലേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ആ പില്ലറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് താഴത്തേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ നോക്കിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഈ വീടും ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.